നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് സുജിത്ത് അയ്യനപ്പള്ളി പുതിയൊരു നിയമ സംബന്ധിയായ വിഷയമായി നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. സ്വകാര്യ ചടങ്ങുകളിലെ മദ്യ ഉപയോഗത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വീടുകളിലെ സ്വകാര്യ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള മദ്യ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഈയിടെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതിനെപ്പറ്റി നമുക്ക് ഇന്ന് പരിശോധിക്കാം. അലക്സ് വി ചാക്കോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു റൂളിംഗ് ആണ് ഈ ഒരു എപ്പിസോഡിന് ആധാരം. ആദ്യമേ പറയട്ടെ, ഒരു കാരണവശാലും മദ്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു എപ്പിസോഡല്ല ഇത്. കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ നിരീക്ഷണത്തിൽ അലക്സ് വി ചാക്കോ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു ഹർജി നടത്തി. അതിൽ അദ്ദേഹം ചോദിച്ചതെന്ന് വെച്ചാൽ 100 രൂപയുടെ മദ്യം ഉപയോഗിക്കുന്നതിന് 50,000 രൂപയുടെ ലൈസൻസ് എടുക്കണമോ എന്നുള്ള കാര്യമാണ്. കോടതിയുടെ വിധി പ്രകാരം വീടുകളിൽ നടത്തുന്ന മദ്യ ഉപയോഗം അല്ലെങ്കിൽ വീടുകളിൽ സ്വകാര്യ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മദ്യ ഉപഭോഗത്തിനെ മാത്രമാണ് ഈ ഒരു വിധി ബാധകമാക്കിയിട്ടുള്ളത്. മറിച്ച് വീട്ടിലെ ചടങ്ങ് നടക്കുന്നത് അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കുന്നത് ഒരു ഹാളിലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിധി അതിന് ബാധകമല്ല. അപ്പോൾ വീട്ടിൽ നടത്തുന്ന ഒരു സ്വകാര്യ ചടങ്ങാണെങ്കിൽ അവിടെ മദ്യം ഉപയോഗിക്കുന്നതിൽ ഒരു ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് കോടതി പ്രസ്താവിച്ചിട്ടുള്ളത്. ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പരിസരത്ത് നിർമ്മിച്ച പന്തലും ഒരു പൊതുസ്ഥലമായി പരിഗണിക്കാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചു. കൂടാതെ അത്തരം ഒരു സ്ഥലത്ത് നടത്തുന്ന മദ്യ ഉപഭോഗത്തിന് ലൈസൻസും ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞു. പക്ഷേ അത്തരത്തിൽ ഒരു മദ്യ ഉപഭോഗം നടക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഒരിക്കലും ശല്യം ആകാൻ പാടില്ലെന്നും അത്തരത്തിൽ ശല്യമാകുന്നുണ്ടെങ്കിൽ സർക്കാരിന് വേണ്ട നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അതോറിറ്റിക്ക് വേണ്ട നടപടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതും കോടതി നിരീക്ഷിച്ചു. അപ്പോൾ നമുക്ക് സാധാരണയായി ഒരു സംശയം തോന്നാം, എത്ര അളവ് വരെ ഇത്തരം ചടങ്ങുമായി ബന്ധപ്പെട്ട് മദ്യം കൈവശം വയ്ക്കാം എന്നുള്ള കാര്യം. വീട്ടിൽ അത്തരം ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ ആതിഥേയരുടെ വീട്ടിലെ സ്ഥിരാംഗങ്ങളുടെ കൈവശം എത്രത്തോളം നിയമപരമായി മദ്യം കൈവശം വയ്ക്കാം അത്രത്തോളമായിരിക്കണം ആ ഒരു ചടങ്ങിൽ മദ്യ ഉപഭോഗം മാക്സിമം നടത്താവുന്നത്. അതിൽ കൂടുതൽ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാരിന് എടുക്കാം. ഒരാൾ മദ്യപിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ എപ്പോൾ എവിടെ വെച്ച് മദ്യപിക്കണം, എവിടെ വെച്ച് മദ്യപിക്കാതിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഉൾപ്പെട്ട ഒരു ചെറിയ കാര്യം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. നിയമസംബന്ധിയായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.